സാർ നമസ്കാരം. നമസ്കാരം. ഇന്നലെ ജൂലൈ 21 മുൻ മുഖ്യമന്ത്രിയും കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവുമായിരുന്ന VS അച്യുതാനന്ദൻ്റെ 1ാം ചരമവാർഷികം. ഈ 1ാം ചരമവാർഷികത്തിൽ CPMൻ്റെ സമുന്നതരായ പല നേതാക്കളും ഇനിയിപ്പോൾ സമുന്നതയില്ലാത്ത നേതാക്കളും VS അച്യുതാനന്ദനെ അനുസ്മരിക്കുന്ന കാഴ്ച നാം കണ്ടു. പലപ്പോഴും അതൊരു വിരോധാഭാസമായി പോലും നമുക്ക് തോന്നുകയുണ്ടായി. കാരണം VS അച്യുതാനന്ദനെ ഏതൊക്കെ തരത്തിൽ അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലത്തിൽ അദ്ദേഹത്തെ വെട്ടി ഒതുക്കി മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിച്ചവരെല്ലാവരും തന്നെ VSൻ്റെ മരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ VS എന്ന പ്രതിഭാധനനായ രാഷ്ട്രീയ നേതാവിനെക്കുറിച്ച് ഇന്നലെ വാദോരാതെ അനുസ്മരിക്കുന്നത് കേട്ടപ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. VS അച്യുതാനന്ദന് അദ്ദേഹം മരണപ്പെട്ട് 1 വർഷം കഴിഞ്ഞിട്ടും ഒരു സ്മാരകം ഉയർത്താൻ CPMന് സാധിച്ചില്ല എന്നുള്ളതും അവരുടെ വലിയ പോരായ്മയാണ്. ആലപ്പുഴ വലിയ ചുടുകാടിനോടനുബന്ധിച്ച് VSന് സ്മാരകം ഉയർത്തും, തിരുവനന്തപുരത്ത് സ്മാരകം ഉയർത്തും എന്നൊക്കെ പറഞ്ഞു കേട്ടെങ്കിലും ആ ആലോചനയല്ലാതെ മറ്റൊന്നും നമ്മൾ കണ്ടില്ല. ഇതിന് ഏതാണ്ടൊരു പ്രതികാര നടപടി എന്നോണം തന്നെ അല്ലെങ്കിൽ കൃത്യമായ മറുപടി എന്നോണം തന്നെയാണ് ആലപ്പുഴ വേലിക്കകത്ത് VSൻ്റെ സ്വന്തം വീട്ടിൽ VSൻ്റെ ഭാര്യയും മക്കളും ചേർന്ന് അദ്ദേഹത്തിൻ്റെ അർദ്ധകായ പ്രതിമ അവിടെ സ്ഥാപിച്ചത്. അവിടെയും ഇന്നലെ പിണറായി വിജയൻ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പറഞ്ഞു വരുന്നത്, ഇന്നലെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ ചേർന്ന VS അനുസ്മരണ സമ്മേളനത്തിൽ CPMൻ്റെ ബുദ്ധിജീവി പരിവേഷമുള്ള അല്ലെങ്കിൽ CPMൻ്റെ ബൗദ്ധിക മുഖമെന്നൊക്കെ വിശേഷിപ്പിക്കുന്ന തോമസ് ഐസക്, മുൻ മന്ത്രി കൂടിയായ തോമസ് ഐസക് ചില വെളിപ്പെടുത്തലുകൾ നടത്തിയുണ്ടായി. അക്ഷരാർത്ഥത്തിൽ അദ്ദേഹം അച്യുതാനന്ദനെയാണ് അനുസ്മരിച്ചതെങ്കിലും ആ വാക്കുകൾ ഓരോന്നും പിണറായി വിജയൻ എന്ന നേതാവിനെ തകർത്തെറിയുന്ന വാക്കുകളായിരുന്നു. VS സാധാരണക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ച ആളാണ്. തൊഴിലാളികളുടെയും അതുപോലെ തന്നെ കർഷകരുടെയും ഇടയിൽ പ്രവർത്തിച്ച ആളായതിൻ്റെ പേരിൽ അവരുടെ ഭാഷ VSന് നല്ല വശമായിരുന്നു. ആ വായ്മൊഴി വഴക്കങ്ങൾ VSന് എപ്പോഴും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കർഷകരോടും കൂലിത്തൊഴിലാളികളോടുമെല്ലാം സംവദിക്കുമ്പോൾ VS അവരിലൊരാളായി നിന്നുകൊണ്ട് അവരോട് ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ വിഷയങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും പരിഹാരമുണ്ടാക്കുകയും ചെയ്ത നേതാവാണ്. ആ വായ്മൊഴി വഴക്കങ്ങൾ ഇന്ന് പല നേതാക്കന്മാർക്കുമില്ല. പലരും അച്ചടി ഭാഷയിലാണ് സംസാരിക്കുന്നത്. പലരുടെ സംസാര ശൈലിയും ഭാഷയും ശരിയല്ല എന്ന് തന്നെയാണ് തോമസ് ഐസക് തുറന്നു പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ പറയുന്നതോടൊപ്പം അദ്ദേഹം മറ്റൊരു കാര്യം കൂട്ടിച്ചേർത്തു. VSൻ്റെ കാലത്ത് ഏതെങ്കിലും വർഗീയ ശത്രുക്കൾ, അതായത് മതവിദ്വേഷം പരത്തുന്ന ഏതെങ്കിലും വർഗീയ ചിന്താഗതിയുള്ള ആളുകൾ ഒരു കാരണവശാലും പാർട്ടിയെ ഭിന്നിപ്പിക്കുവാൻ VS അനുവദിച്ചിരുന്നില്ല. അങ്ങനെയുള്ള വർഗീയ മേലാളന്മാരുടെ വീടിന് മുന്നിൽ പോലും VS മൈക്ക് കെട്ടി പ്രതിഷേധ ശബ്ദം ഉയർത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതെല്ലാം കൃത്യമായി പിണറായി വിജയനെ അടിച്ച് ദൂരെ എറിയുന്നതിന് തുല്യമായിരുന്നു. ആഗോള അയ്യപ്പ സംഗമം എന്ന രീതിയിൽ പമ്പയിൽ നടത്തിയ ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ വേദിയിലേക്ക് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ്റെ കൈപിടിച്ചുകൊണ്ട് നവവധൂവരന്മാരെ പോലെയാണ് ആഗോള അയ്യപ്പ സംഗമ വേദിയിലേക്ക് കടന്നു വന്നത്. മതവിദ്വേഷം, വർഗീയ വിദ്വേഷം പരത്തുന്ന എപ്പോഴും സംസാരം നടത്തുന്ന ആൾ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ. മറ്റ് രീതിയിൽ പറയുകയാണെങ്കിൽ, വായ്മൊഴി വഴക്കത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പോലും G സുധാകരനെതിരെ പോലും ചെറ്റ എന്നുള്ള പ്രയോഗങ്ങൾ, ആരെങ്കിലും എന്തെങ്കിലും പ്രസംഗവേദിയിൽ വെച്ച് സംശയം ചോദിച്ചാൽ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നൊക്കെയുള്ള VSൻ്റെ ആ വായ്മൊഴി വഴക്കങ്ങളെ VSൻ്റെ വായ്മൊഴി വഴക്കങ്ങളെ ഉദാഹരിച്ചുകൊണ്ട് പിണറായി വിജയനെ നേരിട്ടടിക്കുവാനാണ് തോമസ് ഐസക് ശ്രമിച്ചത്. എങ്ങനെയാണ് സാർ ഇതിനെ വിലയിരുത്തുന്നത്? അതായത് VS അച്യുതാനന്ദൻ എന്ന് പറയുന്നത് കേരളത്തിലെ പാവപ്പെട്ടവരുടെ മിശിഹ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റും. പിണറായി വിജയനെ നമുക്ക് വിശേഷിപ്പിക്കേണ്ടത് കേരളം കണ്ട ഏറ്റവും വലിയ അധോലോക മാഫിയ തലവൻ, അതേപോലെ ബൂർഷാസികളുടെ തടവറയിൽ ജീവിക്കുന്ന, ബൂർഷാസിയായി ജീവിക്കുന്ന ഒരു കുത്തക മുതലാളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പാർട്ടിയെയും അതേപോലെ ഭരണത്തെയും കയ്യിലെടുത്ത് അത് തൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക, തൻ്റെ കുടുംബത്തിന് സംരക്ഷണത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, ബാക്കി എല്ലാവരോടും കപടത്തരം കാണിക്കുക. ഇതാണ് പിണറായിയെങ്കിൽ മറുഭാഗത്ത് VS അച്യുതാനന്ദൻ തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത് കയർ തൊഴിലാളികൾക്ക് വേണ്ടിയും കർഷകർക്ക് വേണ്ടിയും പാവപ്പെട്ട പട്ടിണി പാവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ജീവിക്കുന്ന അവസാനം വരെ, മിനിറ്റ് വരെ അദ്ദേഹത്തെ ഓർക്കുന്നത് അതിൻ്റെ അങ്ങനെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം മരിച്ച ശേഷം 10,000 ഒഴുകിയെത്തിയത്. അദ്ദേഹം അദ്ദേഹം ഈ രംഗത്തേക്ക് കടന്നു വന്ന അന്ന് മുതൽ അവസാനം അദ്ദേഹം മരിക്കുന്നവരെയുള്ള സമയം വരെ പാർട്ടിക്കും ജനങ്ങൾക്കും വേണ്ടി പോരാടിയ നേതാവാണെങ്കിൽ ഇവിടെ പിണറായി വിജയൻ പാർട്ടിയിലേക്ക് വന്ന ഒരു കാലഘട്ടം മുതൽ 1996 മുതൽ അദ്ദേഹം 2 കോടി രൂപ
SNC ലാവലിൻ കമ്പനിയിൽ നിന്നും അതിൻ്റെ ഇടനിലക്കാരനായ കൊടും ക്രിമിനലുമായ ദിലീപ് രാഹുലിൽ നിന്ന് കണ്ണൂരിൽ വെച്ച് വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം എങ്ങനെ പണമുണ്ടാക്കാം, എങ്ങനെ പാർട്ടിയെ ഉപയോഗിക്കാം തൻ്റെ പണമുണ്ടാക്കാൻ, അതേപോലെ എങ്ങനെ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഉപയോഗിക്കാം എന്ന് കൃത്യമായി പഠിച്ച ആളാണ്. അന്ന് തന്നെ 1996-2001 കാലത്തിൽ വിദ്യുച്ഛക്തി മന്ത്രിയായിരുന്ന അദ്ദേഹം ഏകദേശം 300 കോടി രൂപയുടെ അഴിമതിയാണ് നടത്തിയത്. അതും ഭാര്യയുടെ പേരിൽ ഒരു കമല ഇൻട്രാൻഷൻ എക്സ്പോർട്ടിംഗ് കമ്പനി തുടങ്ങി അവിടേക്ക് 75 കോടി രൂപയാണ് കണ്ണൂരിലെ പാവപ്പെട്ട ക്യാൻസർ രോഗികൾക്ക് വേണ്ടി മലബാർ ക്യാൻസർ സെന്ററിലേക്ക് വേണ്ട പണം തട്ടിയെടുത്തത്. ഈ കാര്യത്തിൽ 3 വർഷക്കാലം മകൻ ഇവിടെയായിരുന്നു, സിംഗപ്പൂരായിരുന്നു. പിണറായി വിജയനും കുടുംബസമേതം സ്ഥിരമായി ചെന്നൈ വഴി നേരെ പോയിരുന്നത് സിംഗപ്പൂർക്കായിരുന്നു. അവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഫാരിസ് അബൂബക്കർ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫാരിസ് അബൂബക്കർ അമേരിക്കയിലാണ്. പിണറായി വിജയൻ്റെ സമ്പാദ്യങ്ങളുടെ സംരക്ഷകനാണ് അമേരിക്കയിൽ അദ്ദേഹം. ഇതേപോലെ സിംഗപ്പൂർ ബേസ് ചെയ്തിട്ടുള്ള അതിൻ്റെ ഇടപാടുകൾ ഇപ്പോഴുമുണ്ട്. മകനാണെങ്കിൽ അബുദാബി കൊമേഴ്സ്യൽ ബാങ്കിൽ എത്തിച്ചിട്ട് ഇവിടെ അദ്ദേഹം കോടാനുകോടി രൂപ അവിടെ സംരക്ഷിക്കാൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ മകളെ ആണെങ്കിൽ ഇവിടെ ഉള്ള സെറ്റിൽമെൻറ്റിന് വേണ്ടിയിട്ട് ക്ലിഫ് ഹൗസിൽ ഏത് കാര്യം വന്നാലും മകളാണ് കൈകാര്യം ചെയ്യുന്നത്. അതായത് ഭർത്താവിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള കരാറുകാരുമായിട്ടുള്ള സംസാരിച്ച് സെറ്റിൽമെൻറ്റ് നടത്തുന്നത് മകളാണ്. എത്ര ആളുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അറിയോ, അവർ ചോദിക്കുന്നത് 100 കോടി റുപ്യൊക്കെയാണ്. ഞെട്ടിപ്പോവും നമ്മൾ. ഏത് മേഖലയുള്ള ആളുകൾ വന്നാലും ആദ്യം ചോദിക്കുന്നത് 100 കോടി റുപ്യാന്നാണ്. അങ്ങനെ വീണ വിജയൻ എന്ന് പറയുന്ന മകളെയും മകനെയും ഒരു കള്ളനും കൊള്ളക്കാരനുമാക്കി മാറ്റിയത് എൻ്റെ ക്രെഡിറ്റ് മുഴുവൻ പിണറായി വിജയനാണ്. സ്വന്തം മകളെയും മകനെയും ഒരു കള്ളനും കൊള്ളക്കാരനും തട്ടിപ്പുകാരുമായി ഇത്തരം തട്ടിപ്പ് നടത്തിയ പണം സൂക്ഷിക്കുന്ന ഒരാളാക്കി മാറ്റിയെടുത്തു എന്നുള്ളത് മാത്രമാണ് പിണറായി വിജയൻ ആകപ്പാടുള്ള ക്രെഡിറ്റ്. അല്ലാതെ നാടിന് വേണ്ടി എന്തെങ്കിലും അദ്ദേഹം ചെയ്തിട്ടുള്ള കാര്യം നമ്മളെ മുന്നിലുമില്ല, എവിടെയുമില്ല. അദ്ദേഹം ഭരണത്തിലെത്തിയ ശേഷം ഇത് തന്നെയായിരുന്നു പരിപാടി. പിന്നെ വാ തുറന്ന് കള്ളം മാത്രം പറയുന്ന അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ പറ്റിക്കുന്നതിന് വേണ്ടി അതും ഇതും പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അതൊന്നും യാഥാർത്ഥ്യമല്ല, സത്യവുമല്ല. അപ്പം എന്നാൽ VS അച്യുതാനന്ദൻ്റെ ജീവിതം തുറന്ന പുസ്തകമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിവുള്ള ബുദ്ധിജീവി എന്നൊക്കെ അറിയപ്പെടുന്ന തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ വിളിച്ചു പറയുന്നത് VS അച്യുതാനന്ദൻ്റെ വിടവ് എന്ന് പറയുന്നത് അത് പാർട്ടിക്കുണ്ടായിട്ടുള്ള നഷ്ടം വളരാത്താണ്. പിണറായി വിജയനോട് ഏറ്റുമുട്ടി നിൽക്കാൻ കഴിവുള്ള ഒരേ ഒരാൾ VS അച്യുതാനന്ദനായിരുന്നു. VS അച്യുതാനന്ദനാണ് പിണറായിയെ സംസ്ഥാന സെക്രട്ടറിയാക്കി മാറ്റിയത്. പക്ഷേ പിന്നീട് VSനെ വെട്ടിമാറ്റി അദ്ദേഹത്തിന് ഒതുക്കുന്ന പരിപാടിയിലായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നത്. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പാർട്ടി സെക്രട്ടറി ആക്കി മാറ്റിയത് തന്നെയാണ് VS അച്യുതാനന്ദൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്, പാർട്ടിയോട് ചെയ്ത ഏറ്റവും വലിയ പാതകം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അവസാനം VS അച്യുതാനന്ദനെ പരിപൂർണമായി 2005 മാർച്ച് മാസത്തിലെ മലപ്പുറം സമ്മേളനത്തിൽ വെച്ച് ഉണ്ടാവുകയും VS അച്യുതാനന്ദനെ പൂർണ്ണമായി VS അച്യുതാനന്ദൻ ഗ്രൂപ്പിനെ പൂർണ്ണമായി വെട്ടിമാറ്റി ഒഴിവാക്കുന്ന രീതിയാണ് പിന്നെ കണ്ടിട്ടുള്ളത്. പിന്നെ ക്രൂശിക്കുക എന്നുള്ളതാണ്. എന്ത് കിട്ടിയാലും VS അച്യുതാനന്ദൻ തലയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവയ്ക്കുക എന്നുള്ള തന്ത്രമായിരുന്നു പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും അഴിമതിക്കെതിരെ അവസാന നിമിഷം വരെ പോരാടിയിട്ടുള്ള, ജനങ്ങൾക്ക് വേണ്ടി സാധാരണ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പോരാടിയിട്ടുള്ള VS അച്യുതാനന്ദൻ്റെ വിടവ് തന്നെയാണ് എന്നുള്ള സത്യം ഇപ്പോൾ തോമസ് ഐസക്കിനെ പോലുള്ള ആളുകൾ, അന്ന് പിണറായി വിജയൻ്റെ കൂടെ വന്ന ആളുകളാണ്, ഇന്ന് തോമസ് ഐസക്കിനെ അടക്കം വെട്ടിമാറ്റിയുള്ള ആളാണ് പിണറായി വിജയൻ. അവസാനം അവർ എന്നെ വിളിച്ചു പറയുന്ന ഒരവസ്ഥയിലേക്ക് പാർട്ടി എത്തിയിരിക്കുന്നു. ഒരു കാര്യം ഞാൻ തീർച്ചയായും പറയാം, പിണറായി വിജയൻ MV രാഘവനെ പാർട്ടി പുറത്താക്കിയത് ഭീകരമായി പുറത്താക്കും. ആ പുറത്താക്കുന്ന സാഹചര്യം വരാൻ പോവുകയാണ്. പാർട്ടിക്കൊരു സമയത്ത് ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത വിധത്തിൽ അദ്ദേഹം അറിയപ്പെടും. VS അച്യുതാനന്ദന് അന്നും ഇന്നും ആ ലോകം മുഴുവൻ പേരുണ്ടാവുമെങ്കിൽ പിണറായി വിജയൻ കാട്ടുകള്ളൻ എന്നുള്ള രൂപത്തിലായിരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തുക.